ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തുകയുണ്ടായി. ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നതും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കരസേനയുടെയും CRPFന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നു. കശ്മീർ താഴ്വരയിൽ സേനാ വിന്യാസം വർദ്ധിപ്പിച്ച സാഹചര്യം കൂടിയുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടായിരുന്നു കശ്മീരിൽ എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഈ യോഗത്തിന് പ്രസക്തി കൂടുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജമ്മു കശ്മീരിൽ തുടർച്ചയായി സൈന്യവും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. അതിനുശേഷമാണ് നാളെ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം ആയിട്ടുള്ളത്. ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കുന്നതിനും ഒപ്പം ജമ്മു കശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനും നാളെ നോർത്ത് ബ്ലോക്കിലാണ് ഉന്നതതല യോഗം ചേരുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല കൂടാതെ കരസേനയിലെയും CRPFിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. തീർച്ചയായും ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കശ്മീർ താഴ്വരയിൽ തുടരുകയാണ്. അതുകൊണ്ട് നാളെ നടക്കുന്ന അവലോകന യോഗത്തിന് ഏറെ പ്രസക്തിയുണ്ട്. എന്ത് തരത്തിലുള്ള നയം തീരുമാനം ആ യോഗത്തിൽ കൈക്കൊള്ളും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 യോഗങ്ങൾക്ക് പോകുന്നതിന് മുൻപായി ചേർന്ന അവലോകന യോഗത്തിൽ ജമ്മു കശ്മീരിൽ നിന്ന് ഭീകരവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള കർശന സൈനിക നടപടി സ്വീകരിക്കണം, അത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാകണം അത്തരത്തിലുള്ള സൈനിക നടപടി എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി കശ്മീർ താഴ്വരയിലും അതിർത്തി മേഖലകളിലും ഇതിനോടകം സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റിയാസി, കത്വ, ധോഡ മേഖലകളിൽ ഭീകരർക്കായി സംയുക്ത പരിശോധന തുടരുകയാണ്. നാളെ ചേരുന്ന അവലോകന യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും ഒപ്പം സൈനിക നടപടി ഏതു തരത്തിൽ ശക്തമാക്കാനാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതും കശ്മീർ താഴ്വരയിലെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് പുതിയ ദിശ നൽകുന്നതാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേരുന്ന അവലോകന യോഗം വിലയിരുത്തും. ശരി ജിഷ്ണു.